ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഡേ 2. ചരിത്രത്തിന് താഴെകളിൽ എഴുതപ്പെടാതെ പോയ ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 2012 കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിൽ ഉണ്ടായതായി പറയപ്പെടുന്നതും എന്നാൽ അധികമാരും അറിയപ്പെടാത്തതുമായ ഒരു നിഗൂഢമായ കഥ. അദൃശ്യനായ അതിഥി. 2012 നവംബർ മാസം വയനാട്ടിലെ ലക്കിടിക്കടുത്ത് ഒരു ഹോം സ്റ്റേയിൽ താമസിക്കാൻ എത്തിയതായിരുന്നു സിദ്ധാർത്ഥൻ എന്ന എഴുത്തുകാരൻ. തന്റെ പുതിയ നോവൽ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ തിരഞ്ഞെടുത്തത്. എത്തിയ ആദ്യ നാൾ തന്നെ എന്തൊക്കെയോ അസ്വഭാവികതകൾ അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്നു. താൻ മുറിയിൽ വെക്കുന്ന സാധനങ്ങൾ താൻ അറിയാതെ സ്ഥാനം മാറുന്നു. രാത്രിയിൽ മുകളിലത്തെ നിലയിൽ നിന്നും ആരോ നടക്കുന്ന പോലുള്ള ശബ്ദം കേൾക്കാം. എന്നാൽ സിദ്ധാർത്ഥനും പ്രായമായ ഒരു ഉടമസ്ഥനും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആര്? 3-ാം ദിവസം ഹോം സ്റ്റേയുടെ ഉടമസ്ഥനായ കുറുപ്പ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. കഴുത്തിൽ ആരോ അമക്കിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് എത്തിയപ്പോൾ ആദ്യം സംശയിച്ചത് സിദ്ധാർത്ഥനെ ആയിരുന്നു. എന്നാൽ സിദ്ധാർത്ഥന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പോലീസിനെ ഞെട്ടിച്ചു. കുറുപ്പ് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരാൾ കയറി പോകുന്നത് സിദ്ധാർത്ഥ തന്റെ ജനലിലൂടെ കണ്ടിരുന്നു. എന്നാൽ അത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും അപ്രത്യക്ഷനായ ഒരു വ്യക്തിയുടെ രൂപമായിരുന്നു. അന്വേഷണത്തിൽ 2004 കുറുപ്പ് ക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയിരുന്ന ഒരു വ്യക്തിയുടെ രൂപമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ മൃതശരീരം അന്ന് കിട്ടാത്തത് കാരണം കുറുപ്പ് രക്ഷപ്പെട്ടു. 2012 അതേ ദിവസം തന്നെ കുറുപ്പ് കൊല്ലപ്പെട്ടു. സിദ്ധാർത്ഥ കണ്ട രൂപം അദ്ദേഹത്തിൻ്റെതായിരുന്നു. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം കുറുപ്പിന്റെ ഡയറിയിൽ അദ്ദേഹം അവസാനം എഴുതിയ വരികളായിരുന്നു. അവൻ തിരിച്ചു വന്നിരിക്കുന്നു, വാതിലുകൾ അവനെ തടയുന്നില്ല. 2012 അന്വേഷണത്തിൽ പോലീസ് ഹോം സ്റ്റേയുടെ പഴയ ഭാഗങ്ങൾ പരിശോധിച്ചു. അവിടെ നിന്നും അവർക്കൊരു സുപ്രധാന തെളിവ് കിട്ടി. രഹസ്യ അറയിൽ വർഷങ്ങളോളം ആരോ താമസിച്ചതിന്റെ തെളിവുകൾ. അവിടെ നിന്നും പോലീസിന് ഒരു ഫോട്ടോ കിട്ടി. അത് 2004 അപ്രതീക്ഷിതനായ ആ യുവാവിന്റെ ഫോട്ടോയായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു വാചകം: ഞാൻ തിരിച്ചു വരും. അടുത്ത ദിവസം സമീപത്തെ ഒരു കാട്ടിൽ നിന്നും പോലീസ് ഒരാളെ പിടികൂടി. അതെ, അത് അവൻ തന്നെയായിരുന്നു, ആ അപ്രതീക്ഷിതനായ വ്യക്തിയുടെ മകൻ. അവന്റെ മൊഴിയിൽ നിന്നും പോലീസിന് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കിട്ടി. വർഷങ്ങൾക്ക് മുൻപ് തന്റെ അച്ഛനെ കുറുപ്പ് കൊല്ലുന്നത് ആ മകൻ കണ്ടിരുന്നു. ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. വർഷങ്ങളോളം ഹോം സ്റ്റേയുടെ രഹസ്യ അറയിൽ താമസിച്ചുകൊണ്ട് കുറുപ്പിനെ നിരീക്ഷിക്കുകയായിരുന്നു. 2012 നവംബർ 7-ാം തീയതി തന്റെ അച്ഛൻ കൊല്ലപ്പെട്ട അതേ ദിവസം തന്നെ അവൻ അവന്റെ പ്രതികാരം വീട്ടി. എന്നാൽ പോലീസിന് ഞെട്ടിക്കുന്ന വേറൊരു വെളിപ്പെടുത്തൽ കിട്ടിയിരുന്നു. അത് മറ്റൊന്നുമല്ലായിരുന്നു. സിദ്ധാർത്ഥന്റെ ക്യാമറയിൽ പതിഞ്ഞ രൂപം തന്റെ മകനുമായി സാമ്യമുണ്ടായിരുന്നില്ല. അത് ഇന്നും ഒരു പേടി സ്വപ്നമായി അവിടെ നിലനിൽക്കുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ഇത് വെറും ഒരു പ്രതികാര കൊലപാതകമോ, അതോ ആ ഹോം സ്റ്റേയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തരമായ ഹിഡൻ സ്റ്റോറീസുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.